Today we are going to learn about clustering index. So what is clustering index? It's defined on an ordered data file. അപ്പം ഒരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിലെ ഡേറ്റ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓർഡേർഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഫയലിലാണ് നമ്മൾ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. The data file is ordered on a non-key field, unlike primary index, which requires that the ordering field of the data file have a distinct value for each record. ഡേറ്റ ഫയൽ എങ്ങനെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നോൺ കീ ഫീൽഡിലാണ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈക്ക് പ്രൈമറി ഇൻഡെക്സ് നമ്മൾ കണ്ടായിരുന്നു. നമുക്കൊരു ഡേറ്റ ഫയൽ ഉണ്ടെങ്കിൽ ആ ഡേറ്റ ഫയലിനകത്തുള്ള പ്രൈമറി കീ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു പ്രൈമറി ഇൻഡെക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഡേറ്റ ഫയലിന്. സേ ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ അതിന്റെ റോൾ നമ്പർ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻഡെക്സ് കീ ആയിട്ട് ആക്ട് ചെയ്യുന്ന റോൾ നമ്പർ ആയിരിക്കും. അപ്പൊ റോൾ നമ്പർ വെച്ചിട്ടാണ് ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ ഫെച്ച് ചെയ്തെടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിൽ പ്രൈമറി കീ ആവണമെന്നില്ല. ഒരു നോൺ കീ ഫീൽഡ് അതർ ദാൻ ദ പ്രൈമറി കീ വേറെ ഏതെങ്കിലും ഒരു നോൺ കീ ഫീൽഡാണ് എടുക്കുന്നത് ഫയലിനെ ഓർഡർ ചെയ്യാൻ. അപ്പം ഓക്കെ, പ്രൈമറി ഇൻഡെക്സിൽ പക്ഷെ ഡിമാൻഡ് എന്തുവായിരുന്നു? പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഓരോ പ്രൈമറി കീയുടെ വാല്യൂ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണമെന്ന്. പക്ഷെ ഇവിടെ നോക്കാം, includes one index entry for each distinct value of the field. അതായത് ഇവിടെ ഒരു നോൺ കീ ഫീൽഡ് എടുക്കുന്നത് കാരണം ആ നോൺ കീ ഫീൽഡിന്റെ അകത്ത് വാല്യൂസ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാം. ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ആയിരിക്കണമെന്നില്ല ഓരോ റെക്കോർഡിനും. അപ്പം നമ്മൾ ആ നോൺ കീ ഫീൽഡ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓരോ വാല്യൂവിനാണ് നമ്മൾ ഓരോ ഇൻഡെക്സ് ഫയലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. It will be clear from this example. The index entry points to the first date. And ഇവിടെ കണ്ടോ, ഇതൊരു ഡേറ്റ ഫയലാണ്. ഈ ഡേറ്റ ഫയലിന്റെ അകത്ത് നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് നമ്പർ, നെയിം, SSN, ജോബ്, ബർത്ത് ഡേറ്റ്, സാലറി. ഇതിന്റെ അത് ക്ലസ്റ്ററിംഗ് ഫീൽഡായിട്ട് എടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആണ്. അതായത് ഇവിടുത്തെ നോൺ കീ ഫീൽഡ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആണ്. നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് നമ്പറിന്റെ അകത്ത് വാല്യൂസ് നോക്കിയേ, ഈ 3 റെക്കോർഡ് എടുത്താലും ഡിപ്പാർട്ട്മെന്റ് നമ്പറിന് സെയിം വാല്യൂ ആണുള്ളത്. യുണീക്ക് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് നോൺ കീ ഫീൽഡാണ് ഇവിടെ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിൽ ക്ലസ്റ്ററിംഗ് ഫീൽഡായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പം ഇവിടെ കണ്ടോ, അപ്പം ഈ ഇത്രയും റെക്കോർഡ്സ്, അപ്പം ഓരോ ക്ലസ്റ്ററിംഗ് ഫീൽഡിനകത്തുള്ള ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസിനാണ് ഇവിടെ ഓരോ എൻട്രി കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ഉണ്ട്. വാല്യൂസ് ഏതൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ 8 കാണും. 8 ഉണ്ട്. അപ്പം ഇവിടെ ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഓരോ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ഓഫ് നോൺ കീ ഫീൽഡിനാണ് ഇവിടെ എൻട്രി കൊടുക്കുന്നത്. അതായത് 1 എടുത്തു, എന്നിട്ട് അതിന് എന്താ ഒരു എൻട്രി ഇവിടെ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് ഫയലിൽ ക്ലസ്റ്ററിംഗ് ഫീൽഡ് വാല്യൂവിൽ ഫസ്റ്റ് വാല്യൂ 1, 2, 3, 4, 5, 6, 8 എണ്ണം കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് പോയിന്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഏത് ബ്ലോക്കിൽ കിട്ടും? ഈ ബ്ലോക്കിൽ കിട്ടും. 2 എന്ന് പറയുന്നത് ഈ ബ്ലോക്കിലാണ് സ്റ്റാർട്ടിങ് കാണുന്നത്, അപ്പൊ ഇവിടെ കിട്ടും. 3 എന്ന് പറയുന്നത് ഈ ബ്ലോക്കിലാണ്, അതുകൊണ്ട് ഈ ബ്ലോക്കിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡെക്സ് എൻട്രി പോയിന്റ്സ് includes one index entry for each distinct value of the field. The index entry points to the first data block that contains records with that field value. ഈ ഫീൽഡ് വാല്യൂ ഏത് ബ്ലോക്കിലാണോ, ഏത് ഡേറ്റ ബ്ലോക്കിലാണോ ഉള്ളത്, ഏത് ഫസ്റ്റ് ഡേറ്റ ബ്ലോക്കിലാണോ കാണപ്പെടുന്നത്, ആ ഫസ്റ്റ് ഡേറ്റ ബ്ലോക്കിലോട്ടായിരിക്കും
ഓരോ ഇൻഡെക്സ് എൻട്രിയും പോയിന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ക്ലസ്റ്ററിംഗ് ഫീൽഡ് വാല്യൂ 1 കൊടുത്ത ശേഷം 1 ഈ ഫസ്റ്റ് ബ്ലോക്കിലാണ് ആദ്യമായിട്ട് കാണപ്പെടുന്നത്. അപ്പം 1 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആദ്യമായിട്ട് കാണപ്പെടുന്നത് ഈ ഫസ്റ്റ് ബ്ലോക്കിലാണ്. അപ്പം ബ്ലോക്ക് പോയിന്റർ, അതായത് ഇവിടെ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏതിന്റെ ആയിരിക്കും? ഫസ്റ്റ് ബ്ലോക്കിന്റെ അഡ്രസ് ആയിരിക്കും സ്റ്റോർ വെക്കുന്നത്. സിമിലർലി 2. It is another example of non-dense index where insertion and deletion is relatively straightforward with a clustering index. അപ്പം ഈ ഇൻഡെക്സ് ഏതിന് എക്സാമ്പിൾ ആണ്? നോൺ ഡെൻസ് ഇൻഡെക്സിന് എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ ഓരോ റെക്കോർഡിന്റെയും റെക്കോർഡ് വാല്യൂവിന് എൻട്രി ഇല്ല, ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് മാത്രമേ എൻട്രി ഉള്ളൂ, അല്ലയോ? അതായത് ഈ 1 നോക്കുമ്പോൾ ഇവിടെ 1 ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ഈ 3 റെക്കോർഡ് സെർച്ച് ചെയ്താലേ ചിലപ്പോൾ ഈ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വേണ്ടുന്നത്. അപ്പൊ ആദ്യം ഇതിനെ നോക്കും, പിന്നെ ഇതിനെ നോക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇതിനെയാണ് വേണ്ടുന്നതെന്ന്. അപ്പം അങ്ങനെ നോൺ ഡെൻസ് ആണ് ഇവിടെ. നോൺ ഡെൻസ് മീൻസ് ഇവിടെ ഓരോ റെക്കോർഡിനും, അതായത് 1 ഇവിടെ 3 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ ഇൻഡെക്സ് 3 വാല്യൂ നമ്മൾ കൊടുക്കത്തില്ല, പകരം ഒരു എൻട്രി മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നോൺ ഡെൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻസേർഷനും ഡിലീഷനും ഇറ്റ്സ് ഈസി വിത്ത് ദി ഹെൽപ്പ് ഓഫ് ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ്. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടത് ഏതായിരുന്നു? ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് ഓൺ ഡിപ്പാർട്ട്മെന്റ് നമ്പർ, ഓർഡറിംഗ് നോൺ കീ ഫീൽഡ് ഓഫ് എ ഫയൽ. We are actually discussing single level ordered indices. അതിൽ പ്രൈമറി ഇൻഡെക്സ് കവർ അപ്പ് ചെയ്തു, ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് കവർ അപ്പ് ചെയ്തു. നെക്സ്റ്റ് ഈസ് secondary index. Let us see what is secondary index. A secondary index provides a secondary means of accessing a file for which some primary access already exists. അതായത് സെക്കൻഡറി ഇൻഡെക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫയലിന് വേണ്ടിയായിരിക്കും, പക്ഷെ ആ ഫയലിന് ഓൾറെഡി ഒരു പ്രൈമറി വേ ഓഫ് ആക്സസിങ് കാണും. അങ്ങനെയുള്ള ഒരു ഫയലിന് നമ്മൾ സെക്കൻഡറി വേ ഓഫ് ആക്സസിങ്ങിന് ആണ് സെക്കൻഡറി ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഫയലിന് പ്രൈമറി കീ സെറ്റ് ചെയ്ത ഒരു ഇൻഡെക്സ് ഓൾറെഡി ഉണ്ടാവും, ഇനി അതിനെ ഒരു സെക്കൻഡ് വേ ഓഫ് ആക്സസിങ് എന്നുള്ള രീതിയിൽ സെക്കൻഡറി ഇൻഡെക്സ് ആ ഫയലിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. The secondary index may be on a field which is a candidate key and has a unique value in every record or a non-key with duplicate values. അപ്പോൾ സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാൻഡിഡേറ്റ് കീയിലാണ്. കാൻഡിഡേറ്റ് കീ നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോ ഒരു ഡേറ്റാബേസ് എടുക്കുക, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഡേറ്റാബേസ് എടുക്കുക, അതിൻ്റെ അകത്ത് ഇപ്പൊ റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്. അപ്പം റോൾ നമ്പർ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് കീ ഏതായിട്ട് നിൽക്കും? കാൻഡിഡേറ്റ് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏത് കീ ആണോ പ്രൈമറി കീ ആവാൻ എലിജിബിൾ ആയിട്ടുള്ളത് അതിനെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അപ്പൊ കാൻഡിഡേറ്റ് കീ ആയിട്ട് ഇവിടെ നമുക്ക് ഏതിനെയും കൂടി പറയാം? നെയിമിനെ പറയാം. അപ്പം കാൻഡിഡേറ്റ് കീയും യുണീക്ക് ആയിരിക്കും, അപ്പം പ്രൈമറി കീയും യുണീക്ക് വാല്യൂസ് ആയിരിക്കും ഉള്ളത്. അപ്പൊ സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ പ്രൈമറി കീ അല്ലാതെ കാരണം പ്രൈമറി കീ വെച്ച് പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡറി ഇൻഡെക്സിന് നമ്മൾ കാൻഡിഡേറ്റ് കീ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ കാൻഡിഡേറ്റ് കീ നോക്കുമ്പോൾ നമുക്ക് ഓരോ റെക്കോർഡിനും ഓരോ യുണീക്ക് വാല്യൂ കാണും. അല്ലെങ്കിൽ സെക്കൻഡറി ഇൻഡെക്സ് നമ്മൾ നേരത്തെ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിൽ കണ്ടതുപോലെ ഏതെങ്കിലും ഒരു നോൺ കീ ഫീൽഡ് ആയിരിക്കും എടുക്കുന്നത്. നോൺ കീ ഫീൽഡ് എടുക്കുന്നത് കാരണം അതിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കാണും, നേരത്തെ കണ്ടതാണ്. ദ ഇൻഡെക്സ് ഇസ് ആൻ ഓർഡേർഡ് ഫയൽ വിത്ത് 2 ഫീൽഡ്സ്. ഇപ്പൊ സെക്കൻഡറി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് ഫയലാണ്, ഒരു ഓർഡർ ഉണ്ട്, അതിന് 2 ഫീൽഡ് ആണുള്ളത്. ദ ഫസ്റ്റ് ഫീൽഡ് ഈസ് ഓഫ് ദ സെയിം ഡേറ്റ ടൈപ്പ് ആസ് സം നോൺ ഓർഡറിംഗ് field of the data file, that is an indexing field. ഫസ്റ്റ് ഫീൽഡ് ഒരു ഇൻഡെക്സിന്റെ ഒരു സെക്കൻഡറി ഇൻഡെക്സ് ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു നോൺ ഓർഡറിംഗ് ഫീൽഡ് ആണ്. ഡേറ്റ ഫയലിന്റെ ഏതെങ്കിലും ഒരു നോൺ ഓർഡറിംഗ് ഫീൽഡ് ആയിരിക്കും, അതായത് ഒരു കാൻഡിഡേറ്റ് കീയോ അല്ലെങ്കിൽ ഒരു നോൺ കീയോ ആയിരിക്കും ഇൻഡെക്സിംഗ് ഫീൽഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഫീൽഡ് ഈസ് ഐദർ എ ബ്ലോക്ക് പോയിന്റർ ഓർ എ റെക്കോർഡ് പോയിന്റർ. സെക്കൻഡ് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ബ്ലോക്ക് പോയിന്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റെക്കോർഡിനെ പോയിന്റർ ആയിരിക്കും. അതായത് ബ്ലോക്കിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഒരു റെക്കോർഡിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമായിരിക്കും. റെക്കോർഡ് എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ് കീ ആയിരിക്കും, ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നോൺ കീ ആയിരിക്കും. There can be many secondary indexes and hence indexing fields for the same file. അപ്പോൾ ഒരേ ഫയലിന് തന്നെ നമുക്ക് കുറെ സെക്കൻഡറി ഇൻഡെക്സസ് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീസ് ചിലപ്പോൾ ഡേറ്റ ഫയലിന് വരാം.
അതുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Includes one entry for each record in the data file, hence it is a dense index. ഇവിടെ നമുക്ക് നോക്കാം കാൻഡിഡേറ്റ് കീ യുണീക്ക് വാല്യൂസ് ഉണ്ട്, പ്രൈമറി കീ പോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ റെക്കോർഡിനും ഡേറ്റ ഫയലിനകത്തുള്ള ഓരോ റെക്കോർഡിനും ഇൻഡെക്സ് ഫയലിനകത്ത് ഓരോ എൻട്രി കാണും. അതുകൊണ്ട് ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് നോൺ ഡെൻസ് ആണെങ്കിൽ ഇവിടെ ഓരോ റെക്കോർഡിനും ഓരോ എൻട്രി ഉള്ളത് കാരണം സെക്കൻഡറി ഇൻഡെക്സ് എന്താണ്? ഡെൻസ് ഇൻഡെക്സ് ആണ്. Let us see one example. Suppose we have an ordered file with 30,000 records and stored on a disk of block size 1024 bytes and records are of fixed size. Unspanned organization. Record length is equal to 100 bytes. How many block access if using a secondary index file? അപ്പൊ ഇവിടെ ഒരു ഓർഡേർഡ് ഫയൽ ഉണ്ട്, 30,000 റെക്കോർഡ്സ് ഉണ്ട്, ഡിസ്കിന്റെ ബ്ലോക്ക് സൈസ് 1024 bytes ആണ്, റെക്കോർഡ്സ് ഫിക്സ്ഡ് സൈസ് ആണ്, അൺസ്പാൻഡ് ആണ്, അതായത് ഒരു ബ്ലോക്കിൽ തന്നെ ഡേറ്റ എല്ലാം കൊള്ളുന്നുണ്ട്, വേറെ ബ്ലോക്കിലോട്ട് റെക്കോർഡിന്റെ ഡേറ്റ സ്പാൻ ചെയ്ത് പോകുന്നില്ല, റെക്കോർഡിന്റെ ലെങ്ത് 100 bytes ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ബ്ലോക്കിനെ ആക്സസ് ചെയ്താൽ നമുക്ക് ഒരു റെക്കോർഡ് ഫെച്ച് ചെയ്യാം ഇഫ് വി ആർ മേക്കിംഗ് യൂസ് ഓഫ് എ സെക്കൻഡറി ഇൻഡെക്സ് ഫയൽ. അപ്പൊ നമുക്ക് എത്ര റെക്കോർഡ്സ് ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡെക്സ് എൻട്രീസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കാരണം ഓരോ റെക്കോർഡിനും ഓരോ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡെക്സ് എൻട്രി എന്ത് തന്നെ ആയിരിക്കും? നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ഡേറ്റ ഫയൽ വിച്ച് ഇസ് ഈക്വൽ ടു 30,000. നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് എന്താണ്? R by BFR. So here you can see that R means number of records in data file which is 30,000 by BFR is blocking factor. എത്ര ഉണ്ട്? 68 which is equal to 442 blocks. അപ്പൊ അതായത് ഇവിടെ ബൈനറി സെർച്ച് എടുക്കുകയാണെങ്കിൽ, ബൈനറി സെർച്ചിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ലോഗ് എടുക്കണം. ലോഗ് 442 to the base 2 which is 9 block access. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സെർച്ച് എന്ന് പറയുന്നത് എത്ര വരും? 9 block access plus 1 block access. അത് ആ 1 block access എന്ന് പറയുന്ന ഡേറ്റ ഫയലിനെ ആക്സസ് ചെയ്യുന്നതാണ്. അപ്പൊ ടോട്ടലി 10 block access വേണ്ടി വരും. സോ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. വേണ്ട, ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ദ ഡെൻസ് സെക്കൻഡറി ഇൻഡെക്സ് വിത്ത് ബ്ലോക്ക് പോയിന്റർ ഓൺ എ നോൺ ഓർഡറിംഗ് കീ ഫീൽഡ് ഓഫ് ദ ഫയൽ ആണ്. കണ്ടോ? അപ്പൊ ഇവിടെ ഒരു ഡേറ്റ ഫയലാണ്, സെക്കൻഡറി കീ ഫീൽഡ് ആണ് ഈ എടുത്തിരിക്കുന്നത്. കാൻഡിഡേറ്റ് കീ ആയിരിക്കും. കാൻഡിഡേറ്റ് കീന് യുണീക്ക് വാല്യൂസ് ഉണ്ട്, കണ്ടോ? എല്ലാം യുണീക്ക് വാല്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഇൻഡെക്സ് ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫീൽഡ് വാല്യൂ ആയിരിക്കും, അതായത് ഈ കാൻഡിഡേറ്റ് കീ ആയിരിക്കും. സെക്കൻഡ് ബ്ലോക്ക് പോയിന്റർ ആയിരിക്കും. ഇപ്പൊ ഒരു കേസ് എടുക്കാം, ഓർഡേർഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡറി ഇൻഡെക്സ്. അപ്പൊ നമ്മൾ ആ കാൻഡിഡേറ്റ് കീന്റെ വാല്യൂസ് ഓർഡർ ചെയ്തായിരിക്കും എടുക്കുന്നത്. ഫസ്റ്റ് വാല്യൂ 1, എന്നിട്ട് അതെവിടാണ്? ഈ ബ്ലോക്കിലാണ്. അപ്പം ഈ ബ്ലോക്ക് പോയിന്റർ എവിടെ പോയിന്റ് ടു? ഈ ബ്ലോക്കിലോട്ട് പോയിന്റ് ചെയ്യും. സിമിലർലി അതർ വാല്യൂസ്.